എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു പ്ലെയിൻ പറാത്ത. എല്ലാവരും പറയും അരമണിക്കൂർ പൊതിർത്ത് വെക്കണം, പാലിൽ കുഴക്കണം, പച്ചെണ്ണയിൽ കുഴക്കണം. ഇതൊന്നും ആവശ്യമില്ലാണ്ട് നല്ല ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് 2 വിരൽ വെച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ചപ്പാത്തി എന്നോ ഇതിന് ഇവർ പറയുക പൊറാട്ട എന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. കണ്ടില്ലേ, തൈരിൽ ഞാൻ കുറച്ച് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മുളക് പൊടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിന്, അത്ര തന്നെ. ഉപ്പിട്ടൊരു തൈര് മതി. ഞാനിന്നിപ്പോൾ ദമ്മാലുവ വെച്ചത്. ഇനി ഇതില്ലെങ്കിൽ വെറും തൈരും അച്ചാറിൻ്റെ അച്ചാർ അത്രേ വേണ്ടു, വെറുതെ അങ്ങ് തിന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ 2 കപ്പ് ഗോതമ്പപ്പൊടി, സാധാരണ ഗോതമ്പപ്പൊടി തന്നെയാണ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കാം. കണ്ടില്ലേ, നിങ്ങൾ അത്ര എന്നൊന്നുമില്ല, ഓരോ പൊടിക്കും ഓരോ വിധത്തിലായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല. നിങ്ങൾ സ്വതവേ ചപ്പാത്തിക്ക് കുഴക്കുന്നതല്ലേ, ഈ കുഴക്കുന്നതിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഇങ്ങനെ കുത്തി ഒന്ന് മറിച്ചിട്ട് പിന്നെയും ഒന്ന് കുത്തി, അങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരം നല്ലോണം ഇങ്ങനെ കുഴച്ചിട്ടെടുക്കണം. വേണ്ട, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടിയിട്ട് 2-3 മിനിറ്റ് അത്രയേ വേണ്ടൂ, അതിലപ്പുറമൊന്നും വേണ്ട. ആ കല്ല് ചൂടാകുന്നവരെ മാത്രം അത് അവിടെ നിൽക്കട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് കല്ല് ചൂടാകാൻ വെക്കാം. കല്ല് ചൂടായതിന് ശേഷം പകുതി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പരത്താൻ തുടങ്ങണ്ടു. പക്ഷേ സ്പീഡില്ലാത്തപോലെ അതിൽ മുന്നേ പരത്തിയെല്ലാം ഇങ്ങനെ ഒരു പേപ്പറിൽ വെച്ചിട്ടെല്ലാം ചെയ്യുന്ന കാണാം ഓരോരുത്തർ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് പൊടിയും ആക്കിയിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ, അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പുരട്ടണ്ട കേട്ടോ. നെയ്യ് പുരട്ടിയാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും, നല്ലൊരു മണവും നല്ല രസം ഉണ്ടാവും തിന്നാൻ കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വെറുതെ കുറച്ച് പൊടി മാത്രം അതിൻ്റെ മുകളിൽ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കുറച്ചും കൂടി പൊടി മേലെയെല്ലാം ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അധികം വലിപ്പത്തിലൊന്നും പരത്തണമെന്നില്ല, ഒന്ന് ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് ചതുരത്തിൽ വേണേൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ദോശക്കല്ലുമ്മേലിട്ടിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് പുരട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണേൽ ഓയിൽ, വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ പുരട്ടാം. ഇനി അതെല്ലാം വെറുതെ അങ്ങ് എടുക്കുന്നതെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇതേപോലെ പൊള്ളച്ച് കിട്ടും. കണ്ടില്ലേ, എന്നിട്ട് തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയുള്ളതായത്. അപ്പോൾ ഇതെല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒരേപോലെ വെച്ചാൽ കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കണം. 2-3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതുപോലെ ചട്ടുകം കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. കണ്ടില്ലേ, എല്ലാ 2 ഭാഗവും നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് കിടന്നിട്ട് തന്നെ ഉള്ളും നല്ലോണം വെന്ത് വരും. കണ്ടില്ലേ, നല്ലോണം പൊള്ളച്ച് വരും. ശേഷം ഇതിപ്പോൾ ഞാനിങ്ങനെ അമർത്തി കൊടുത്തോണ്ടേ ഇരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ ഭാഗം പൊട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പൊള്ളിയത് പോയത്. ഇത് ഇനി എടുത്ത് അപ്പോഴാടും അങ്ങ് കാസറോളൊന്നും വെക്കാറ്, ഇതുപോലെ ഒരു കോപ്പേൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ എന്താകുന്ന പറഞ്ഞാൽ ഇത് കുറച്ച് ചൂട് തണിയും, അതിന് ശേഷം മാത്രം കാസറോളിലിട്ട് വെക്കാം. ബാക്കിയുള്ളതും അതേപോലെ ചുട്ടെടുക്കുക. കണ്ടില്ലേ, ഞാൻ കാസറോളിൽ വെക്കുമ്പോൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. എന്നാൽ ഉച്ച വരെ നല്ല ചൂടുണ്ട്. നിങ്ങളുടെ അടുത്ത് എയർ ടൈറ്റ് കാസറോളാണെങ്കിൽ അലുമിനിയം ഫോയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഉച്ചവരെ നല്ല ചൂടോടുകൂടി ഇരുന്നോളൂ. എൻ്റെ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇത് കണ്ടോ. ഇനി കഴിക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞാനിന്നിപ്പോൾ കുറച്ച് തൈരും ഒരു ദമ്മാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും അത്ര അത്യാവശ്യമൊന്നുമല്ല. നിങ്ങൾ തിരക്കിൽ ഇതെല്ലാം ഉണ്ടാക്കിയാലും ഇനിയിപ്പോൾ ഒരു കറിയൊന്നും വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഇതിൽ ഉപ്പിടൂല അവർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിടാം, നമ്മളിപ്പോൾ ഉപ്പിടാണ്ട് തന്നെ ഉണ്ടാക്കൽ. പക്ഷേ ഉപ്പിട്ട തൈരാണേ, ഈ തൈരിൽ മുക്കിയിട്ട് കഴിക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇനി അച്ചാറുണ്ടെങ്കിൽ അച്ചാറും കൂട്ടാം. ഞാനിപ്പോൾ ദമ്മാലും ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിടാം. അപ്പോൾ എന്തായാലും ഇതൊന്ന്
എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.